ഷിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. കഴിഞ്ഞ ദിവസം നിത്യത്തിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട കാനമച്ചന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്ത്യൻ സമയം ഓഗസ്റ്റ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ചയും 31-ാം തീയതി ശനിയാഴ്ചയുമായി നടക്കുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു. 30-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഭൗതിക ശരീരം ചമ്പക്കര ആശ്രമപ്പടിയിലുള്ള ഭവനത്തിൽ കൊണ്ടുവരുന്നതാണ്. 31-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ IPC കോട്ടയം സെമിനാരിയിൽ കൊണ്ടുവരുന്ന ഭൗതിക ശരീരം 2 മണി വരെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുദർശനത്തിനായിട്ട് ഉള്ള സമയമാണ്. 2 മണിക്ക് ശേഷം പുതുപ്പള്ളി അകപ്പേ സഭയുടെ തച്ചുകുന്നുള്ള സെമിത്തേരിയിൽ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. 1933 ഒക്ടോബർ 20-ന് കോട്ടയത്ത് ജനിച്ച അദ്ദേഹം 1966 ഓഗസ്റ്റ് 3-ന് ഇപ്പോൾ നമ്മുടെ ഗർണിൽ താമസിക്കുന്ന പാസ്റ്റർ ജോസ് മാത്യുവിന്റെ പിതാവ് ജോർജ് സാറിന്റെ പാസ്റ്റർ CC മാത്യുവിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് പെന്തക്കോസ്ത വിശ്വാസം സ്വീകരിപ്പാൻ തക്കംപടിയായി തീർന്നു. മികച്ച അധ്യാപകൻ, പ്രാസംഗികൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ പെന്തക്കോസ്ത പ്രസ്ഥാനത്തിന് അഭിമാനമായിരുന്ന കാനമച്ചന്റെ നിര്യാണം ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും സഭാജനങ്ങളെയും ഞങ്ങൾക്കുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. പുതുപ്പള്ളി ചർച്ചകളുടെ അഗാപ്പെ സഭാംഗമാണ്. ഭാര്യ വാടൂർ ചിറക്കടവ് കൊച്ചുവീട്ടിൽ ഏലിയാമ്മ എബ്രഹാം, മക്കൾ നിർമ്മല, ബിജു എബ്രഹാം USA, ജിജി മോൾ കൂത്താട്ടുകുളം, മരുമക്കൾ ജേക്കബ് തോമസ്, ഷൈനി USA, ജോൺസൺ C വർഗീസ്. PC നാക്കിന്റെ പ്രത്യാശയും ദുഃഖവും പാസ്റ്റർ ജോർജ് K സ്റ്റീഫൻസൺ സഭാ ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. ഷിക്കാഗോയിലെ മുതിർന്ന ദൈവദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് K ജോസഫ്, പാസ്റ്റർ PC മാമൻ എന്നിവരും അവരുടെയും സഭകളുടെയും ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ ആൻഡ്രൂസ് K ജോർജ് നേതൃത്വം നൽകുന്ന റിവൈവൽ ഷിക്കാഗോയുടെ പ്രത്യേക സമ്മേളനം കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഷിക്കാഗോയിൽ വെച്ച് നടന്നു. പാസ്റ്റർ സണ്ണി മാത്യു ശുശ്രൂഷിക്കുന്ന സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ നടന്ന സമ്മേളനത്തിൽ ഷിക്കാഗോ സിറ്റിയിലെ വിവിധ സഭകളിൽ നിന്നുള്ള വിശ്വാസികളും ദൈവദാസന്മാരും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 4:30 മണി മുതൽ IPC ഷാലേം സഭയുടെ ആഭിമുഖ്യത്തിൽ D പാർക്കിൽ വെച്ച് പരസ്യ സുവിശേഷ യോഗം നടന്നു. ഷിക്കാഗോ സിറ്റിയിലെ പല ദൈവദാസന്മാരും വിശ്വാസികളും പങ്കെടുത്ത സമ്മേളനം വളരെ അനുഗ്രഹമായി നടന്നു. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി സുവിശേഷം പ്രസംഗിക്കുവാനും കേൾവിക്കാരായി അനേകര് തദ്ദേശവാസികളായിരിക്കുന്ന അനേകർ അവിടെ ഉണ്ടായിരുന്നു. സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരെ നടത്തിയ സഭയെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. CCFന്റെ ആഭിമുഖ്യത്തിലുള്ള പിക്നിക് അടുത്ത തിങ്കളാഴ്ച ലേബർ ഡേയുടെ അന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ D പാർക്കിൽ വെച്ച് നടക്കുമെന്ന് CCFന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ FECCയുടെ ആഭിമുഖ്യത്തിലുള്ള സംയുക്ത കൺവെൻഷനും ആരാധനയും സെപ്റ്റംബർ മാസം 20, 21, 22 തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. 20, 21 വെള്ളി ശനി ദിവസങ്ങൾ വൈകിട്ട് 6 മണിക്ക് IPC ഷിക്കാഗോ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ചും സംയുക്ത ആരാധന 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 മണി മുതൽ ട്രിനിറ്റി ബൈബിൾ സെമിനാരിയിൽ വെച്ചുമാണ് നടത്തപ്പെടുന്നതെന്ന് FECCയുടെ ഭാരവാഹികളായിരിക്കുന്ന ഡോക്ടർ വില്ലി എബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു. പാസ്റ്റർ അനീഷ് തോമസ് റാണി ഈ വർഷത്തെ സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരെയും ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിക്കാഗോയിലെ വിവിധ സഭകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നു. ക്രിസ്ത്യൻ ടാലന്റ് ഫോറം എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് നടത്തുന്നത്. സെപ്റ്റംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ കാൽവറി ബാപ്റ്റിസ്റ്റ് ചർച്ച് 306 പാർക്ക് സ്ട്രീറ്റ്, ബെൻസൺവിൽ, ഷിക്കാഗോ എന്ന സ്ഥലത്ത് വെച്ചാണ് ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രദർ ജോയിസ് P മാത്യു, ബ്രദർ ജോർജ് മാത്യു എന്നിവരുമായി ബന്ധപ്പെടുക. ഷിക്കാഗോയിലെ ദീർഘകാലം താമസിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സാംകുട്ടി മത്തായി നിരവധി ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഗാനങ്ങളും അദ്ദേഹം രചിച്ച് ഈണം പകർന്ന ക്രൈസ്തവ കൈരളിക്ക് നൽകി കൊടുത്തു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ബെൻ കോഷിയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള ഒരു ക്രമീകരണം ആരംഭിച്ചിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കുവാൻ
സാധിക്കാതെ അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹത്തെയും സ്മരിക്കുവാനും നമുക്ക് കൈരളിക്ക് ഒത്തിരി സംഭാവനകൾ നൽകി തന്ന പാസ്റ്റർ സാംകുട്ടി മത്തായിയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഈ സമയത്ത് വേദിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആദരിക്കുവാനുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റ് വോയിസ് ചിക്കാഗോ എന്ന സംഗീത ഗ്രൂപ്പാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. മനോഹരമായിരിക്കുന്ന ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. പാസ്റ്റർ സാംകുട്ടി മത്തായി എഴുതിയ ഗാനങ്ങളുടെ ആവിഷ്കരണവും ആലപനവും അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സൂക്ഷിപ്പും പരിപാലനവും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇവിടെ പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.